ഏവർക്കും നമസ്കാരം. മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർപോയിന്റ് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപുള്ള പാർട്ടുകളെല്ലാം തന്നെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 5 എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ഒരു ആനിമേഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സമയം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഞാൻ വളരെ നല്ലൊരു എക്സാമ്പിളും ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പവർ പോയിന്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനിതിൻ്റെ സ്ലൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഓക്കെ, അപ്പോൾ പവർ പോയിന്റിൽ പ്രധാനമായിട്ടും നമുക്ക് 3 ടൈമിംഗ് സെറ്റിങ്സുകളാണ് ഉള്ളത്. 3 ടൈമിംഗ്. അപ്പോൾ ടൈമിംഗ് നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഒബ്ജക്റ്റിന് ആനിമേഷൻ കൊടുത്തതിന് ശേഷമല്ലേ നമുക്ക് ടൈമിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊന്നാമത്തതാണ് ഡിലേ എന്ന് പറയുന്നത്. ഒരു ആനിമേഷൻ എത്ര സമയം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു പിക്ചർ ഉയർന്നു വരുന്ന ഒരു ആനിമേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, ഞാനൊരു 5 സെക്കൻഡ് ഒരു ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ 5 സെക്കൻഡ് കഴിഞ്ഞാലേ ഉയർന്നു വരുള്ളൂ. അതാണ് ഡിലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ ഒരാൾ 11 മണിയായിട്ട് അയാൾ കാണുന്നില്ല. അപ്പോൾ ഒരു 11:30 ആയപ്പോൾ അയാൾ ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കും, അല്ലേ, എന്താണ് 1.5 മണിക്കൂർ ഡിലേ ആയത് എന്ന് ചോദിക്കും. ആക്ച്വലി അതാണ് ഇവിടെയും നമ്മൾ മീൻ ചെയ്യുന്നത്, ഡിലേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഏതാണെന്നറിയാം? ഡ്യൂറേഷൻ അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ആനിമേഷൻ എത്ര വേഗതയിൽ പ്രവർത്തിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഡ്യൂറേഷൻ അല്ലെങ്കിൽ സ്പീഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ആനിമേഷൻ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു 5 സെക്കൻഡാണ് സ്പീഡ് കൊടുത്തതെങ്കിൽ ഓക്കെ, ഒരു പ്രത്യേക സമയത്ത് ആ ആനിമേഷൻ 5 സെക്കൻഡ് കൊണ്ട് ആ ആനിമേഷൻ പൂർത്തീകരിക്കും. അപ്പോൾ നമ്മളൊരു 10 കൊടുക്കുകയാണെങ്കിൽ ഈ ആനിമേഷൻ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആവും. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ ആനിമേഷൻ വീണ്ടും സ്ലോ ആവും. ഓക്കെ, അതായത് ഈ സമയം കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആനിമേഷൻ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ഒരു സ്പീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, 30 സെക്കൻഡ് സ്പീഡ്, 40 സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡയറക്റ്റായിട്ട് അത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിങ്ങനെ പഠിച്ചു വയ്ക്കുക. അതായത് സ്പീഡ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആനിമേഷൻ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം എന്നാണ് നമ്മൾ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് റിപ്പീറ്റ് എന്ന് പറയുന്നതാണ്. ഒരു ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആനിമേഷൻ നമുക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. 100 കൊടുത്താൽ 100 പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 100 പ്രാവശ്യം ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമേഷൻ അവിടെ നിൽക്കും. ഓക്കെ, നമ്മൾ ആനിമേഷൻ ഒരിക്കലും നിൽക്കാനേ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് പവർ പോയിന്റിൽ, വെരി 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 ഇമ്പോർട്ടൻറ്റ്, അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് ഒരു ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതൊരിക്കലും നിൽക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ക്രോളിങ് ന്യൂസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ന്യൂസ് എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ പോകണം. ഓക്കെ, അത് നിൽക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ പിക്ചറിനെ ഒരു പേര് കൊടുക്കാം. ഫോർമാറ്റിൽ സെലക്ഷൻ പെയിൻ എടുത്തിട്ട് ഇതിൻ്റെ പേര് നമുക്ക് ഫ്ലവർ എന്ന് ഞാൻ പേര് കൊടുക്കും. ഓക്കെ, പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സിൻ്റെ ആവശ്യമില്ല, ക്ലോസ് ചെയ്തതാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ആനിമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആൾട്ട് AC ഉപയോഗിച്ചിട്ട് ആനിമേഷൻ പെയിൻ എന്ന് പറയുന്ന ബോക്സ് എടുത്തു വയ്ക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ആനിമേഷൻ കൊടുക്കാം. ആഡ് ആനിമേഷനിൽ മോർ എൻട്രൻസ് എഫക്ട്സിൽ ഞാൻ സൂം എന്നുള്ള ആനിമേഷൻ എടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. ഉടൻ തന്നെ ആനിമേഷൻ പെയിനിൽ അതിൻ്റെ റെക്കോർഡ് വന്നു. ഉണ്ടോ, ഫ്ലവർ.
ഇനി ഇതിൻ്റെ ടൈമിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് വെറുതെ ഒന്ന് F5 അടിച്ച് നോക്കാം അല്ലേ. കേട്ടോ, ഇത് വരുന്നില്ല. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അത് ഞാൻ ഇതിന് മുന്നത്തെ പാർട്ടിലൊക്കെ പറഞ്ഞതാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റിന് ഒരു ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ 1 വരും. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് എന്താണ്, ഓൺ ക്ലിക്ക് ആയിരിക്കും. ഓക്കെ, ഈ ഓൺ ക്ലിക്ക് ആണെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്താലേ ഇത് വരുള്ളൂ. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, കാരണം എന്താ, ഒരു ഒബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ പാർട്ട് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ ആഫ്റ്റർ പ്രീവിയസ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി F5 അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം, ടൈമിങ് കൊടുക്കാം. ടൈമിങ് ഏറ്റവും മുകളിലുണ്ട്, ഇതാ കണ്ടോ, ഡ്യൂറേഷൻ അല്ലെങ്കിൽ സ്പീഡ്, പിന്നെ ഡിലേ. ഓക്കെ, ഈ 2 അല്ലേ ഉള്ളൂ. ഓക്കെ, ശരിക്കും ഞാൻ എന്താ പറഞ്ഞേ, 3 ടൈമിംഗ് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 ടൈമിംഗ് നമുക്ക് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കണ്ട. നമ്മൾ ഈ ഫ്ലവർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ആരോ മാർക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ടൈമിംഗ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 സമയം ഒരുമിച്ച് വരുന്നതായിട്ട് കാണാം. കണ്ടോ, ഡിലേ, ഡ്യൂറേഷൻ, റിപ്പീറ്റ്. ഈ മുകളിൽ റിബണിൽ നിന്നും സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്, 2 അവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമുക്ക് 3 ഒരുമിച്ച് കാണാം. ഡിലേ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഞാനൊരു സമയം കൊടുക്കാം, ഒരു 5 എന്ന് കൊടുത്തു. ഓക്കെ, 5 സെക്കൻഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സമയം എപ്പോഴും നമ്മൾ സെക്കൻഡിൽ തന്നെ വേണം കൊടുക്കാൻ. ഓക്കെ, വരുന്നില്ല. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്കെ കണ്ടോ വന്നു. ഇതാണ് ഡിലേ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് പവർ പോയിന്റിൽ അധികം അങ്ങനെ ആർക്കും ആവശ്യം വരാത്തതാണ് ഈ ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഡിലേ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നുണ്ട്. ഡ്യൂറേഷൻ ഞാനൊരു 5 കൊടുത്തു. ഒക്കെ 5 സെക്കൻഡാണ്. ഓക്കെ, ഒക്കെ സെക്കൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. കേട്ടോ, എൻ്റെ സ്പീഡ് നോക്കിയേ. അപ്പോൾ ഈ ആനിമേഷൻ പൂർത്തീകരിക്കാൻ അത് എടുക്കുന്ന സമയമാണ് ഈ 5 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാനൊരു 10 കൊടുത്തു. ഓക്കെ അടിച്ച് നോക്കിയേ. കണ്ടോ, ഇത് വീണ്ടും സ്ലോ ആയി. 10 സെക്കൻഡ് എടുക്കും ഇതിൻ്റെ ആനിമേഷൻ പൂർത്തീകരിക്കാൻ. കണ്ടോ, അപ്പോൾ അങ്ങനെ സമയത്തിനകത്തുള്ള ഡ്യൂറേഷൻ ആണ് നമ്മളിവിടെ നോക്കിയത്. ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ സ്പീഡൊക്കെ 1/2 സെക്കൻഡൊക്കെ ആയിരിക്കും, 1 സെക്കൻഡിൻ്റെ പകുതി ഒക്കെ ആയിരിക്കും ഇതിൻ്റെ സമയം ഉണ്ടാവുക. ബൈ ഡിഫോൾട്ട് ഡ്യൂറേഷൻ 0.5 ആണ്. ഓക്കെ, ഇനി ഇവിടെ റിപ്പീറ്റ് കാണാം. റിപ്പീറ്റ് നമുക്ക് ഒരു 10 കൊടുത്ത് നോക്കാം. ഓക്കെ അടിച്ച് നോക്കിയേ. കേട്ടോ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ലേ. ഓക്കെ, നമുക്കിതിൻ്റെ ടൈമിംഗ് എടുത്തിട്ട് എന്ത് കൊടുക്കാം, അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ്. ഒരിക്കലും നമ്മൾ പവർ പോയിന്റ് പഠിക്കുന്ന ആളുകൾ ഇത് മറക്കാൻ പാടില്ല, ഈ വാക്ക് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ആനിമേഷൻ കൊടുത്താൽ അത് ഇങ്ങനെ നിർത്താതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടോ, ഇത് എണ്ണീട്ടൊന്നും കാര്യമില്ല, അത് നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ നിർത്തുക, നമ്മൾ കീബോർഡിനകത്ത് എസ്കേപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ഈ ആനിമേഷൻ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ പ്രസൻറ്റേഷൻ ഫുൾ സ്ക്രീനിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഡിസൈനിങ് മോഡിലേക്ക് എത്തുമ്പോഴോ ഈ ആനിമേഷൻ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതുവരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു സ്ക്രോളിംഗ് ന്യൂസ് എഫക്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സ്ക്രോളിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ടി വിയിൽ ന്യൂസ് ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ലേ. ഓക്കെ, അതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് Alt+IX യൂസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യണം. ഓക്കെ, മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കുറേ ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് സ്ലൈഡ് കഴിഞ്ഞിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു, =rand ബ്രാക്കറ്റിൽ ഒരു 1, ഒരു
3 കൊടുത്തു, 1,3 കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ മാറ്റർ. ഓക്കെ, അതൊരു ഡമ്മി പാരഗ്രാഫാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു മാറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ അട്രാക്റ്റീവ് ഓണം ഓഫർ, ബൈ 1 ഗെറ്റ് 1 അബ്സല്യൂട്ട്ലി ഫ്രീ, ഹറി അപ്പ്, കോൺടാക്ട് യുവർ നിയറസ്റ്റ് കല്യാൺ കേന്ദ്ര ഷോറൂം കാലിക്കറ്റ്, ഫോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പർ എഴുതാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അതുപോലെ എന്താ മാറ്റർ എന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു സ്ലൈഡിൻ്റെ ഉള്ളിൽ കൊള്ളിക്കുന്ന രീതിയിൽ എൻ്റർ അടിച്ചിട്ടൊന്നും നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ പോകണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. നമുക്ക് ഫോർമാറ്റിനകത്ത് സെലക്ഷൻ പെയിനിൽ ഈ മാറ്ററിന് നമുക്ക് സ്ക്രോളിംഗ് ന്യൂസ് എന്ന് പേര് കൊടുക്കാം. സ്ക്രോളിംഗ് ന്യൂസ്. ഓക്കെ, പേര് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിന് നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഓക്കെ, ആനിമേഷൻ കൊടുക്കുന്നതിന് മുൻപ് ആനിമേഷൻ പെയിനൊക്കെ ഇവിടെ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ആൾട്ട് AC യൂസ് ചെയ്തിട്ട് ആനിമേഷൻ പെയിൻ എടുക്കാം. ഇനി അടുത്തത് ആനിമേഷൻസിൽ ആഡ് ആനിമേഷൻ, മോർ എൻട്രൻസ് എഫക്ട്സ് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഏത് ആനിമേഷൻ എടുക്കുക? ഫ്ലൈ ഇൻ എന്ന് പറയുന്ന ആനിമേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫ്ലൈ ഇൻ, പറന്നു വരിക. ബൈ ഡിഫോൾട്ടായിട്ട് ഇത് പറന്നു വരും. എവിടെ നിന്ന് അറിയോ? അടിയിൽ നിന്നായിരിക്കും പറന്നു വരുന്നത്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. തൽക്കാലം ഓക്കെ അടിക്കാം. അപ്പോൾ നമ്മൾ ആനിമേഷൻ ഓർമ്മിക്കണേ, ഫ്ലൈ ഇൻ ആണ്. ഓക്കെ അടിക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് അടിയിൽ നിന്ന് മുകളിലേക്കല്ല പറന്നു വരേണ്ടത്. ഓക്കെ, ഇവിടെ എഫക്റ്റ് ഓപ്ഷനകത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ഫ്രം റൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് വലതു ഭാഗത്തു നിന്നാണ് ഇത് സ്ക്രോൾ ചെയ്ത് വരേണ്ടത്. ഓക്കെ, അതാണ് ഫ്രം റൈറ്റ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, വലതു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പറന്നു വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റിങ്സും കഴിഞ്ഞു. ആനിമേഷൻ കൊടുത്തു, ഫ്ലൈ ഇൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫക്റ്റ് ഓപ്ഷൻസിനകത്ത് ഫ്രം റൈറ്റ് എടുത്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ട്. ഓൺ ക്ലിക്ക് അല്ല. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ മൗസ് ക്ലിക്ക് ചെയ്താലല്ലേ വരിക. നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് വിത്ത് പ്രീവിയസ് തന്നെ എടുക്കണം. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് സ്ലൈഡിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെ സ്ലൈഡിൻ്റെ മുകളിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ വേറെ ആനിമേഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകണം. ഓക്കെ, അതിൻ്റെ കൂടെ ഇതെന്ന് പറയുമ്പോൾ ഒരുമിച്ച്. ഓക്കെ, ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു വാക്കാണ് വിത്ത് പ്രീവിയസ്. അതിൻ്റെ കൂടെ ഇത്, അതും ഇതും ഒരുമിച്ച്, വിത്ത് പ്രീവിയസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിത്ത് പ്രീവിയസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സ്പീഡൊക്കെ ഒന്ന് ക്രമീകരിച്ചാലോ. ഓക്കെ, ഇതിങ്ങനെ ഈ തോക്കുന്ന ബുള്ളറ്റ് വരുന്ന മാതിരി ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടൈമിംഗ് എടുക്കാം. ടൈമിങ്ങിൽ നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ എത്ര കൊടുക്കാം? ഡ്യൂറേഷൻ ഞാനൊരു 30 സെക്കൻഡ് കൊടുത്തു, 30 കൊടുത്തു. ഓക്കെ, അതായത് ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ എടുക്കുന്ന ടൈം 30 സെക്കൻഡ്സ് ആണ്. അതാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഉദ്ദേശിച്ചത്. പിന്നെ റിപ്പീറ്റ്, ഇതിങ്ങനെ ഒരു പ്രാവശ്യം വന്നാൽ മതിയോ? പോരാ, ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടേയിരിക്കണം. അതിനാണ് അണ്ടിൽ എൻഡ് ഓഫ് സ്ലൈഡ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓക്കെ അടിക്കാം. കണ്ടോ, മാറ്റർ കണ്ടോ, സ്ക്രോൾ ചെയ്യുന്നത് കണ്ടില്ലേ? ദി ക്യൂക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദി ലേസി ഡോഗ്. ഞാനൊരു ഡമ്മി പാരഗ്രാഫാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടി ഒരു ഡിസൈനിങ് ഒക്കെ നമ്മൾ കൊടുക്കണം. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കണം ഈ മാറ്റർ ഇങ്ങനെ പോകേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലാഷ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് ഒക്കെ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് കണ്ടോ? ഓക്കെ, സ്ക്രോൾ ചെയ്തിട്ട് ഇത് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ കണ്ടോ നിന്നുപോയി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പൊസിഷൻ കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് ഇത് വെക്കേണ്ട സ്ഥലം ഇവിടെയല്ല കേട്ടോ. നമ്മുടെ സ്ലൈഡിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ചെറുതാക്കുക, കൺട്രോളും മൗസിൻ്റെ വീല് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഈ മാറ്ററിനെ പിടിച്ചിട്ട് നമ്മളെവിടെ കൊണ്ടുവയ്ക്കാമെന്നറിയാം? സ്ലൈഡിൻ്റെ താഴെ ഇടത് ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഒന്നും കൊണ്ടുപോയി വയ്ക്കരുത് കേട്ടോ. ഇവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് കാണില്ല. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. F5 അടിച്ച് നോക്കാം. കണ്ടോ, ദി ക്യൂക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദി ലേസി ഡോഗ്. ഓക്കെ,
അപ്പോൾ ഇത് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചതിന് ശേഷം ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസുകൾ നമുക്ക് അടുത്ത പാർട്ടുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, പവർ പോയിന്റിൽ ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. അതിലും അപ്പുറത്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആനിമേഷൻസ് ചെയ്യാനുമുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് 5 ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ടൈമിംഗ് ഡിസ്കസ് ചെയ്തു, അത് വെച്ചിട്ട് ഒരു സ്ക്രോളിംഗ് ന്യൂസ് എഫക്റ്റും നമ്മൾ ഡിസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട് 5 ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ, ബൈ.